നമസ്കാരം, രമ്യാസ് മാത്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മുമായിട്ട് റിലേറ്റ് ചെയ്ത് പേജ് നമ്പർ 35 വന്ന ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ്സിൽ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. The expression for the sum of n terms of arithmetic sequences are given below. ചില സീക്വൻസസിൻ്റെ nth ടേം, സം ഓഫ് nth ടേമിൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. We have to find the expression for the nth term of each. Sum of n terms are given. We have to find the expression for the nth term. That means Sn is given. We have to find Xn. Okay. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? Sn ആണ്. Sum of n terms, that is n square plus 2n. നമുക്ക് കണ്ടെത്തേണ്ടത് Xn ആണ് അല്ലേ? Xnൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. എന്താ Xnൻ്റെ ഇക്വേഷൻ? നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. Xn ഈസ് ഈക്വൽ ടു an പ്ലസ് ബി ഫോം ആണ് അല്ലേ? അപ്പോൾ an പ്ലസ് ബി ഫോമിൽ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്? എയും വേണം, ബിയും വേണം. ദാറ്റ് മീൻസ് ഫസ്റ്റ് ടേമും വേണം, കോമൺ ഡിഫറൻസും വേണം അല്ലേ? ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടെത്താനാകത്തുള്ളൂ? അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ തന്നിരിക്കുന്നത് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടെത്താം. നോക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാൻ ആദ്യം എന്നിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് S1 ഒന്ന് കണ്ടുപിടിക്കാം. n ഈസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് S1. എന്നിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് S1 ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1. ഇൻ ദ പ്ലേസ് ഓഫ് n സബ്സ്റ്റിറ്റ്യൂട്ട് 1. Okay, which is equal to 1 plus 2 equals 3. S1 is 3. What is mean by S1? Sn means sum of n terms. S1 means sum of one term. That means sum of one term എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ഒരു ടേമിൻ്റെ സം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ആദ്യത്തെ ടേം തന്നെയാണ് അല്ലേ? ദാറ്റ് മീൻസ് S1 ഈസ് ഈക്വൽ ടു x1. S1 എന്ന് പറഞ്ഞാലും x1 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഈക്വൽ ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ്? 3. ഇനി S2 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് n ഈസ് ഈക്വൽ ടു 2. ഈ ഇക്വേഷനിൽ എന്നിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് Sn ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2. 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2, ദാറ്റ് ഈസ് 4 പ്ലസ് 4. നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും അല്ലേ? Sn-ൽ നമ്മൾ എന്താ കൊടുത്തത്? എന്നിന് പകരം ഇപ്പോൾ എത്രയാണ് കൊടുത്തത്? S2 കൊടുത്തപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടി. S2 എന്ന് വെച്ചാൽ എന്താ മീനിങ്? S2 സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്. ആരുടെയൊക്കെ സമ്മ്? x1-ൻ്റെയും x2-ൻ്റെയും സമ്മാണ് ആര്? നമ്മുടെ 8 അല്ലേ? x1 പ്ലസ് x2 ആണ് നമ്മുടെ 8 ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ x1 നമുക്കറിയാം. എത്രയാണ് x1? 3 അല്ലേ? അങ്ങനെയാണ് എങ്കിൽ x2 എത്രയായിരിക്കും? 8-ൽ നിന്നും ഈ x1 മൈനസ് ചെയ്യുക. 8 മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 5 അല്ലേ? അപ്പോൾ നമ്മുടെ x1 കിട്ടി. x1 എത്രയാണ്? 3 എന്ന് കിട്ടി. x2 5ഉം കിട്ടി. ഇത് രണ്ടും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. x1 കിട്ടി. ഇനി ആൾജിബ്ര എഴുതാൻ വേണ്ടിയിട്ട് കോമൺ ഡിഫറൻസ് ആണ് ആവശ്യം. അപ്പോൾ ഇവിടുന്ന് കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? x2 മൈനസ് x1, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് 5 മൈനസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇനി എന്ത് ചെയ്യാം? Xn-ൻ്റെ ഇക്വേഷൻ എഴുതാം അല്ലേ? Xn-ൻ്റെ ഇക്വേഷൻ എന്താണ്? an പ്ലസ് ബി. Xn ഈസ് ഈക്വൽ ടു an പ്ലസ് ബി. a എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലേ? എത്രയാണ് കോമൺ ഡിഫറൻസ്? 2. 2n പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? f മൈനസ് ഡി, ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം ആരാണ്? 3. 3 മൈനസ് കോമൺ ഡിഫറൻസ് 2. 3 മൈനസ് 2 എത്ര വരും? 1. ദാറ്റ് ഈസ് 2n മൈനസ് 1 ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദി nth ടേം ഓഫ് ദി ഗിവൺ സീക്വൻസ്. ഓക്കെ ആണല്ലോ? അപ്പോൾ Sn n സ്ക്വയർ പ്ലസ് 2n ആയിട്ട് വരുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേമിൻ്റെ ഇക്വേഷൻ എന്താണ്? 2n പ്ലസ് 1. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അവിടെ എന്താ തന്നിരിക്കുന്നത്? അവിടെയും Sn തന്നെയാണ് തന്നിരിക്കുന്നത് അല്ലേ? Sn ഈസ് ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് n. ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്തു? x1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? S1 ഈസ് ഈക്വൽ ടു x1 അല്ലേ? എന്നിന് പകരം എത്ര കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. അപ്പോൾ കൊടുത്തു നോക്കിക്കേ. 2 ഇൻറ്റു 1 സ്ക്വയർ
plus 1, 2 into 1 square 2, 2 plus 1 3. അപ്പോൾ ഫസ്റ്റ് ടേം 3 എന്ന് കിട്ടി. ഇനി എന്ത് കൊടുക്കുക? S2 കൊടുക്കുക. എന്നിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 2 into 2 square plus 2. Okay, that is 2 square 4, 4 into 2 8, 8 plus 2 which is equal to 10. 8 plus 2 is equal to 10 വരും. പറഞ്ഞല്ലോ S2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ രണ്ട് ടേമിന്റെ സം ആണ് അല്ലേ? x1 പ്ലസ് x2 ആണ് നമ്മുടെ 10 ആയിട്ട് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് x1 അറിയാലോ 3 ആണ്. അപ്പോൾ x2 എന്ത് കിട്ടും? 10 മൈനസ് 3 ചെയ്യുക. 10 മൈനസ് 3 x2 ഈസ് ഈക്വൽ ടു 7. ഓക്കെ, അപ്പോൾ x1 x2 കിട്ടി. ഇനി ആര് വേണം? കോമൺ ഡിഫറൻസ്. d ഈസ് ഈക്വൽ ടു x2 മൈനസ് x1. x2 minus x1. x2 is 7, x1 is 3. 7 minus 3 which is equal to 4. 4 is the common difference here. Okay, then next എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി എന്ത് എഴുതാം? algebra of n terms എഴുതാം അല്ലേ? that is xn is equal to an plus b. Okay, therefore here a is the common difference. a എത്രയാണ്? 4. 4n plus b എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് അല്ലേ? ഫസ്റ്റ് ടേം 3, കോമൺ ഡിഫറൻസ് 4. 3 മൈനസ് 4 എത്രയാണ്? -1. അപ്പോൾ ഇവിടെ എന്ത് വരും? നമ്മുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ 4n minus 1 is the algebraic expression for the nth term of this sequence. Clear? നമുക്ക് മൂന്നാമത്തേലോട്ട് പോകാമല്ലോ. അവിടെ എന്താ തന്നിരിക്കുന്നത്? n സ്ക്വയർ മൈനസ് 2n ആണ് ആരുടെ ഇക്വേഷൻ? എസ് എന്നിന്റെ ഇക്വേഷൻ. ഇതിൽ നിന്ന് നേരത്തെ നമ്മൾ ചെയ്ത പോലെ എന്തൊക്കെ കണ്ടുപിടിക്കാനുണ്ട്? S1ഉം S2ഉം കണ്ടുപിടിക്കുക അല്ലേ? x1 is equal to S1 which is equal to 1 square minus 2 into 1 which is equal to 1 minus 2. എന്താ കിട്ടുന്നത്? -1. that is -1 is the first term. Then find S2. that is 2 square minus 2 into 2, 4 minus 4 which is equal to 0. 0 is the sum of the first two terms, isn't it? x1 plus x2 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത്? 0 ആയിട്ട് കിട്ടിയത്. അപ്പോൾ x2 എന്തായിരിക്കും വരുന്നത്? x1 plus x2 0 ആണ് എങ്കിൽ ഇവിടെ x1ന്റെ വാല്യൂ എത്രയാണ്? -1 ആണല്ലോ. -1 plus x2 ആണ് 0 ആയിട്ട് വരുന്നത്. അവിടെ നിന്ന് -1 റൈറ്റിലോട്ട് കൊണ്ടുപോയാൽ എന്ത് കിട്ടും? x2 is equal to 0 plus -1. 0 plus -1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 1 കിട്ടും അല്ലേ? അപ്പോൾ x1ഉം x2 യൂസ് ചെയ്തുകൊണ്ട് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. x2 1, x1 -1. it is minus into minus plus which is equal to 1 plus 1, 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, കോമൺ ഡിഫറൻസ് ആയി, ഫസ്റ്റ് ടേം ആയി. ഇനി എന്ത് എഴുതിയാൽ മതി? xnന്റെ ഇക്വേഷൻ an plus b. a is the common difference here, 2 is the common difference, that is 2n. b is the difference between the first term and the common difference അല്ലേ? here the first term is -1. -1 minus common difference 2 ആണ്. that is 1 minus 2 which is equal to -3. 2n minus 3 is the algebraic expression for the given sequence. അപ്പോൾ നമ്മൾ ഈ മൂന്ന് സീക്വൻസിൻ്റെയും എന്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു? algebraic expression, that is xn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചു. രണ്ട് ക്വസ്റ്റ്യനും കൂടി ഈ സെക്ഷനിൽ നിന്നുണ്ട്. നോക്കിയേ, ഫോർത്ത് ക്വസ്റ്റ്യൻ 2n സ്ക്വയർ മൈനസ് n ആണ് എസ് എന്നിൻ്റെ ഇക്വേഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. എസ് എൻ ഈസ് ഈക്വൽ ടു 2n സ്ക്വയർ മൈനസ് n. അപ്പോൾ ഫസ്റ്റ് ടേം x1 ഈസ് ഈക്വൽ ടു S1 which is equal to n പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 into 1 square minus 1 which is equal to 2 into 1 square, 2, 2 minus 1, 1. Okay, then S2 is equal to n പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ? 2 into 2 square minus 2, 2 square 4, 4 into 2 8, 8 minus 2 which is equal to 6. Okay, S2 എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? S2 is equal to x1 plus x2. അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ 6 അല്ലേ?
ഇനി x1 നമുക്കറിയാലോ 1 ആണ്. അത് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? x2 6 ആണ്, x1ന്റെ വാല്യൂ 1 ആണ്. അത് റൈറ്റിലേക്ക് പോകുമ്പോൾ -1 ആകും, വിച്ച് ഈസ് ഈക്വൽ ടു 6 - 1 ഈസ് ഈക്വൽ ടു 5 കിട്ടും നമ്മുടെ x2. x1ഉം x2 ഉപയോഗിച്ചിട്ട് ഇനി എന്ത് കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. d ഈസ് ഈക്വൽ ടു x2 - x1. x2 is 5 and our x1 is 1. Therefore, we get 4 as the common difference. Then ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? xnന്റെ ഇക്വേഷൻ എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. That is an plus b. a is the common difference 4. That is 4n. b is the difference between first term and the common difference, isn't it? Our first term x1 is 1. Common difference d is equal to 4. f minus d. 1 minus 4, which is equal to -3. Substitute here. It's 4n minus 3 is the algebraic expression for the given sequence. Our fifth question. n square minus n. Let it as Sn. Find x1, which is equal to S1 is equal 1 square minus 1. In the place of n, substitute 1. It is 1 square minus 1, which is equal to 0. 1 square is 1. 1 minus 1 is 0. Then S2 is equal to 2 square minus 2. Substitute 2 in the place of n. 2 square is 4. 4 minus 2 is equal to 2. What's our S2? S2 means x1 plus x2. S2 is equal to x1 plus x2. അത് എത്രയാണ് കിട്ടിയത്? 2. x1 അറിയാമല്ലോ 0 ആണ് അല്ലേ? x1 0 ആയാൽ എന്ത് വരും? 0 plus x2 എത്ര തന്നെ കിട്ടും? 2. അപ്പോൾ x1 0, x2 is equal to 2. Next we have to find the common difference, that is second term minus the first term. Second term 2 and our first term 0, that is 2 minus 0. 2 is the common difference. Then algebraic expression for xn, it is an plus b. A is the common difference, which is equal to 2, and b is the difference between the first term and the common difference. Here the first term is 0, common difference is 2, therefore 0 minus 2 is b. Here a is equal to 2, that is 2n. In the place of b, substitute -2. 2n minus 2 is the algebraic expression for this sequence. അപ്പോൾ 5 സീക്വൻസ് ഉണ്ടായിരുന്നു അല്ലേ? സമ്മ് തന്നിട്ടുണ്ടായിരുന്നു. ആ സീക്വൻസിൻ്റെ എല്ലാം algebraic expression ഇവിടെ കണ്ടുപിടിച്ചു. 6th question എന്താണെന്ന് നോക്കാം അല്ലേ? Calculate in head the sum of the following arithmetic sequences. തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ഇൻ ഹെഡ്. അപ്പോൾ ഈസി മെത്തേഡ് കൂടെ കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റ് ഇൻ ഹെഡ് ആണ് അല്ലേ? എഴുതി കൂട്ടിയൊന്നും അല്ല കണ്ടുപിടിക്കാൻ, അല്ലാത്ത മെത്തേഡ് കൂടെ കണ്ടുപിടിക്കാനാണ്. ഇവിടെ ക്വസ്റ്റ്യൻസ് എന്താക്കിയെന്ന് നോക്കാം. 51, 52, 53 up to 70 വരെയുള്ള ടേംസ് ഉണ്ട്. അതുപോലെ 1.5, 2.5 etc. 12.5. Here half plus 1 plus 1.5 plus 2 plus 2.5 plus etc. plus 12.5 വരെ ഉണ്ട്. ഇപ്പോൾ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഒരു എളുപ്പ ഇക്വേഷൻ ഉണ്ട്. ഓർമ്മയുണ്ട്? ഒരു ഈസി ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് പഠിച്ച ഒരു ഇക്വേഷനാണ്. Sn is equal to n/2 into x1 plus xn അല്ലേ? ഇതിനകത്ത് നമ്പർ ഓഫ് ടേംസ് അറിയാം, ഫസ്റ്റ് ടേം അറിയാം, ലാസ്റ്റ് ടേം അറിയാമെങ്കിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് ടോട്ടൽ സമ്മ് കിട്ടും. ഒന്ന് നോക്കാമല്ലോ. ഇവിടെ ഫസ്റ്റ് സീക്വൻസിൽ ഫസ്റ്റ് ടേം അറിയാം, ആരാണ്? 51. എന്ത് ടേം അറിയാം? 70. ഇനി എന്നും കൂടെ ഉള്ളൂ. 51, 52, 53 അപ് ടു 70 വരെ എത്ര ടേംസ് ഉണ്ടാവും? ഇത് 50 plus 1, 50 plus 2, 50 plus 3 എക്സെട്ര. ഇത് എത്രയാണ്? 50 plus 20 ആണ് അല്ലേ? 50 plus 1, 50 plus 2 എക്സെട്ര എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 70 എങ്ങനെ എഴുതാം? 50 plus 20 ആണ്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, അങ്ങനെ വന്നാൽ ഇത് എത്രാമത്തെ ടേം ആണ്? 20th ടേം. 20ാമത്തെ ടേം ആണ് നമ്മുടെ 70. അപ്പോൾ n എത്രയാണ്? 20 അല്ലേ? ഇവിടെ n ഈസ് ഈക്വൽ ടു 20 ആണ്. ഫസ്റ്റ് ടേം 51, nth ടേം ദാറ്റ് ഈസ് x20 എന്ന് പറയുന്നത് 70.
ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിക്കേ. യെസ്, 20 ഈസ് ഈക്വൽ ടു 20/2. എന്നിന് പകരം 20 കൊടുക്കുക. x1 പകരം 51 കൊടുക്കുക. പിന്നെ എത്രയാണ് ഇവിടെ x1 പ്ലസ് xn. എത്രയാണ് x20 പകരം എത്രയാണ് കൊടുക്കേണ്ടത്? 70. xn എന്ന് പറഞ്ഞാൽ x20 ആണല്ലോ ഇവിടെ, അതിന് പകരം 70 കൊടുക്കുക. 20യും 2ഉം ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഈസ് 10 ഇൻറ്റു 70 പ്ലസ് 51 എത്രയാണ് വരുന്നത്? 121 വിച്ച് ഈസ് ഈക്വൽ ടു. ഈ സെറ്റ് കിട്ടിയില്ലേ? ഇതെന്ത് ചെയ്യുക? ഇത് ആഡ് ചെയ്യുക, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സം ഈസ് റെഡി. ദെൻ നെക്സ്റ്റ് സീക്വൻസ് ഒന്ന് നോക്കിക്കേ. 1 1/2, 2 1/2, 3 1/2 എക്സെട്ര 12 1/2. 1 1/2, 2 1/2, 3 1/2 എക്സെട്ര 12 1/2 വരെയാണ് നമ്മുടെ സീക്വൻസ് പോകുന്നത് അല്ലേ? എത്ര ടേം ഉണ്ടെന്ന് നോക്കിക്കേ. ഫസ്റ്റ് ടേം 1 1/2, സെക്കൻഡ് ടേം 2 1/2 എക്സെട്ര 12 1/2 വരെ പോകുമ്പോൾ നമ്മുടെ n എത്രയാണ് അവിടെ കിട്ടുന്നത്? 12 ആണല്ലോ. അപ്പോൾ ഇവിടെ n ഈസ് ഈക്വൽ ടു 12 വരും. ഫസ്റ്റ് ടേം വേണം, നമ്മുടെ nth ടേം വേണം. ഫസ്റ്റ് ടേം നോക്കിക്കേ, 1 1/2 ഫസ്റ്റ് ടേം. ഓക്കെ, ദെൻ nth ടേം 12 1/2. 12 1/2 nth ടേം മീൻസ് n എത്രയാണ് ഇവിടെ? 12 ആണ്. സമ്മ് കണ്ടുപിടിച്ചൂടെ? എത്രയാണ്? 12 ടേംസിന്റെ സം. 12/2 ഇൻറ്റു x1 പ്ലസ് x12. ഇറ്റ് ഈസ് 1 1/2 പ്ലസ് 12 1/2. 12/2 6. 1 1/2ഉം 12 1/2ഉം മിക്സഡ് ആണ്. ഇംപ്രോപ്പർ ആക്കി ആഡ് ചെയ്യാനൊക്കെ പോകണോ? നോക്കിക്കേ, 12 1/2, 12ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 13. ഹാഫ് പ്ലസ് ഹാഫ് 1, അപ്പോൾ എത്ര വരും? 14 അല്ലേ? ദാറ്റ് ഈസ് 6 ഇൻറ്റു 14 എത്രയാണ് വരുന്നത്? 84 ഇസ് ദ സം. പെട്ടെന്ന് കിട്ടത്തില്ലേ? അതുപോലെ ഇവിടെ നോക്കിക്കേ, ഹാഫ് പ്ലസ് 1 പ്ലസ് 1 1/2 പ്ലസ് 2 പ്ലസ് 12 1/2 എക്സെട്ര. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതൊരു എത്ര ടേം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണല്ലേ? അപ്പോൾ ഈ സീക്വൻസിനെ, ദാറ്റ് മീൻസ് ഏതാണ് നമ്മുടെ സീക്വൻസ്? 1 1/2 1, പിന്നെ വരുന്നത് നോക്കിക്കേ, ഹാഫ് 1 1 1/2 2 2 1/2 എക്സെട്ര ഏതുവരെയാണ് പോകുന്നത്? 12 1/2 വരെ പോകുന്നുണ്ട് അല്ലേ? 12 1/2 വരെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര ടേം ഉണ്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഇംപ്രോപ്പർ ആക്കി നോക്കാം. അപ്പോൾ 1/2 1. ഈ 1 1/2നെ എങ്ങനെയാണ് മാറ്റുന്നത്? ഡിനോമിനേറ്റർ 2 ആണ്. 1 × 2 2, 2 + 1 3. പിന്നെ ഇവിടെ ഒരു 2 കിടപ്പുണ്ട്, എക്സെട്ര എക്സെട്ര എക്സെട്ര. 12 × 2 24, 24 + 1 25 ആണല്ലോ. ഇങ്ങനെ നോക്കിയിട്ടും പറ്റുന്നില്ല. ഇടയ്ക്ക് എത്ര ടേംസ് വരുന്നുണ്ട്, അതിനെ കൂടെ എന്ത് ചെയ്യാം? ഒന്ന് മാറ്റാം. ഇവിടെ ഡിനോമിനേറ്റർ ഇവിടെ 2 ആണല്ലോ, അപ്പോൾ എല്ലാ ടേംസിൻ്റെ ഡിനോമിനേറ്റർ ഒന്ന് 2 ആക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 1/2 ഇവിടെ ഉണ്ട്, 1 ഇവിടെ ഉണ്ടായിരുന്നു. ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3/2 ഇവിടെ ഉണ്ട്. ഇനി 2 മാത്രമേ ഉള്ളൂ, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ചെയ്തു. ലാസ്റ്റ് ടേം 25/2. ഇനി ഒന്ന് നോക്കിക്കേ, 1/2 2/2 3/2 4/2 എക്സെട്ര. ഇത് ഏതുവരെ പോകുന്നുണ്ട്? 25/2 വരെ പോകുന്നുണ്ട് അല്ലേ? 1/2 2/2 3/2 4/2 എക്സെട്ര. ഫസ്റ്റ് ടേം 1/2, സെക്കൻഡ് ടേം 2/2. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ 25/2 എത്രാമത്തെ ടേം ആണ്? 25th ടേം അല്ലേ? ഫസ്റ്റ് ടേമിൽ മേളിൽ 1 വന്നു, സെക്കൻഡ് ടേമിൽ ന്യൂമറേറ്റർ 2 വന്നു, തേർഡ് ടേമിൽ ന്യൂമറേറ്റർ 3. അപ്പോൾ 25/2 എന്ന് പറയുന്നത് 25th ടേം ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? S25 കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? 25/2. ഇനി x1 പ്ലസ് xn. x1 1/2, xn 25/2 എടുക്കാം. അല്ല എങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്തെടുക്കാം? 12 1/2 എടുത്താലും മതി. ഇത് ചെയ്യാം, അല്ല എങ്കിൽ ഇത് യൂസ് ചെയ്ത് ചെയ്യാം. രണ്ടും ഒന്നാണ്. ദറ്റ് ഈസ് 25/2. അതങ്ങനെ കിടന്നോട്ടെ. 12 1/2ഉം ഹാഫും കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 12 1/2ഉം ഹാഫും കൂടെ കൂട്ടുമ്പോൾ 13 വരും അല്ലേ? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ ക്വസ്റ്റ്യനിൽ മിക്സഡിലേ കിടക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തിട്ട് മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയാലും മതി. ഓക്കെ, 325 divided by 2 which is equal to 162 and 1/2 എന്ന് കിട്ടും. ഇത്
325നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ കിട്ടുന്ന മിക്സഡ് ഫ്രാക്ഷനാണ് 162 1/2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. അടുത്തതായിട്ട് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ദ സം ഓഫ് എനി നമ്പർ ഓഫ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 16, 24, 31 etc. starting from the first added to 9 gives a perfect square. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കാം. Prove that the sum of any number of terms of an arithmetic sequence 16, 24, 31 etc. 16, 24, 31 എന്ന് തുടങ്ങുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എന്താ എടുക്കേണ്ടത്? സം ഓഫ് എനി നമ്പർ ഓഫ് ടേംസ് ആഡഡ് ടു 9 ഗീവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എടുക്കുക. സം ഓഫ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്ര തന്നെ വരും? 16 വരും അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം S1 എടുത്താൽ എത്ര തന്നെയാണ്? നമുക്കറിയാം ഫസ്റ്റ് ടേം ആണ് 16. ആ S1നോടൊപ്പം എന്ത് കൂട്ടുക? 9 കൂട്ടുക. എത്ര വരും? 16 + 9 which is equal to 25. 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ആണ്. ആരുടെ സ്ക്വയർ ആണ്? 5ന്റെ സ്ക്വയർ അല്ലേ? ഇനി ഞാൻ S2 എടുക്കുന്നു. S2 എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് ആണല്ലോ. അപ്പോൾ ആരെയൊക്കെ ആഡ് ചെയ്യേണ്ടത്? 16ഉം 24ഉം കൂടി ആഡ് ചെയ്യുക. ഓക്കെ, 16ഉം 24ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 40 കിട്ടും. ഇനി ആ 40യുടെ കൂട്ടത്തിൽ S2ന്റെ കൂട്ടത്തിൽ 9 കൂട്ടുക. ദാറ്റ് ഈസ് 40 + 9 എന്ത് വരും? 49. ആരുടെ സ്ക്വയർ ആണ്? 7ന്റെ സ്ക്വയർ. ഇതുപോലെ എത്ര ടേംസ് എടുത്ത് ഈ സീക്വൻസിൻ്റെ എത്ര ടേംസ് എടുത്ത് നമ്മൾ ആഡ് ചെയ്താലും ആ കിട്ടുന്ന സമ്മിനോടൊപ്പം എത്രയും കൂടെ ആഡ് ചെയ്യുക? 9ഉം കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും എന്നാണ് തെളിയിക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഈ സീക്വൻസിൻ്റെ ടേംസിൻ്റെ സം എടുക്കുക. ഫസ്റ്റ് ടേം നമ്മൾ നോക്കി, 2 ടേംസിൻ്റെ സമ്മ് നോക്കി, അതുപോലെ 3 ടേംസ് എടുത്ത് സമ്മ് നോക്കുക, 4 ടേംസ് എടുത്ത് സമ്മ് നോക്കുക. ഈ എല്ലാ സമ്മിനോടും 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇത് ഈ സീക്വൻസിലെ എല്ലാ നമ്പേഴ്സിലും ഇതിങ്ങനെ തന്നെ വരും. എന്താണ്? n ടേംസിൻ്റെ സം എടുത്തിട്ട് ആ സമ്മിനോടൊപ്പം 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? സീക്വൻസ് ഉണ്ട്, നമുക്ക് സം ആണ് വേണ്ടത് അല്ലേ? എത്ര ടേംസിൻ്റെ എന്ന് പറയുന്നില്ല. ദാറ്റ് മീൻസ് നമ്മൾ എത്ര ടേംസ് എടുക്കണം? n ടേംസ് എടുക്കുക. ദാറ്റ് ഇസ് SNും വേണം SNും വേണം അല്ലേ? XNും SNും എടുത്തു കഴിഞ്ഞിട്ടേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ SN ആണ് നമുക്കിവിടെ ആവശ്യം. SN കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? XN വഴിയാണ് നമ്മൾ SNൽ എത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരുന്ന സീക്വൻസ് ഏതാണ്? 16, 24, 31 എക്സെട്ര. അതാണ് നമ്മുടെ സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ആൾജിബ്രായിക് എക്സ്പ്രഷൻ അറിയാമല്ലോ. എന്താണ്? XN ഈസ് ഈക്വൽ ടു AN + B. എന്താണ് A? A ഈസ് ദ കോമൺ ഡിഫറൻസ്. ഇവിടെ എത്രയാ കോമൺ ഡിഫറൻസ്? ഒന്ന് നോക്കിക്കേ. 24 - 16 എത്ര വരും കോമൺ ഡിഫറൻസ്? 8. 8 is the common difference. Then B is the difference between the first term and the common difference F minus D. First term 16, common difference 8. 16 minus 8 എത്രയാണ്? 8 വരും അല്ലേ? അപ്പോൾ നമുക്ക് algebra എഴുതാനുള്ള എല്ലാ കാര്യങ്ങളും ആയി. ഇനി XN എഴുതാമല്ലോ. XN is equal to Aക്ക് പകരം 8 കൊടുക്കുക. It's 8n. Bക്ക് പകരം 8 കൊടുക്കുക. അപ്പോൾ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടി അല്ലേ? 16, 24, 31 എന്ന് തുടങ്ങുന്ന നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ XN ഈസ് ഈക്വൽ ടു 8n + 8. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? SN കണ്ടുപിടിക്കുക. സം ഓഫ് n ടേംസ്. ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? n കിടക്കുന്നിടത്ത് എന്ത് കൊടുക്കുക? n × n + 1/2 കൊടുക്കുക. കോൺസ്റ്റന്റ് മാത്രം വരുന്നിടത്ത്, അതായത് 8 മാത്രം വന്നു അല്ലേ, അവിടെ n കൊടുക്കുക. അപ്പോൾ n വരുന്ന ടേമിൻ്റെ കൂട്ടത്തിൽ n പകരം n × n + 1/2 കൊടുക്കുക. n ഇല്ലാതെ വരുന്ന ടേമിനോടൊപ്പം n കൂടി ചേർത്തുകൊള്ളുക. അപ്പോൾ ഇതാണ് ഈ സീക്വൻസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണല്ലോ. ഇപ്പോൾ ഇതുവരെയായി. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ സോൾവ് ചെയ്യുന്നത് എങ്ങനെ സോൾവ് ചെയ്യും? ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടും 4n × n + 1 + 8n എന്ന് കിട്ടും. ഒന്നുകൂടെ ഒന്ന് സോൾവ് ചെയ്യാമല്ലോ.
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 4n into n, 4n square. Then 4n into 1, that is 4n plus 8n equal to 4n square plus 8n plus 4n. എത്രയാണ് വരുന്നത്? 12n. ഓക്കെ, ഇതാണ് ഈ സീക്വൻസിൻ്റെ n ടേംസിൻ്റെ സം ഓഫ് n ടേംസ്. Sn ഈസ് ഈക്വൽ ടു 4n സ്ക്വയർ പ്ലസ് 12n, 4n സ്ക്വയർ പ്ലസ് 12n. അപ്പോൾ സം ഓഫ് n ടേംസ് കണ്ടുപിടിച്ച് വെച്ചു. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് n ടേംസിൻ്റെ സമ്മിനോടൊപ്പം എത്ര കൂട്ടണം? 9 കൂട്ടണം. 9 കൂട്ടിക്കഴിഞ്ഞ് കിട്ടുന്ന ഇക്വേഷനെ എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യുക? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല്ലെന്നാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളിത് പ്രൂവ് ചെയ്ത് കഴിയും. നോക്കാമല്ലോ. Sn-ൻ്റെ കൂട്ടത്തിൽ S1-ൻ്റെ കൂട്ടത്തിൽ 9 കൂട്ടി, S2-ൻ്റെ കൂട്ടത്തിൽ 9 കൂട്ടി, അതുപോലെ Sn-ൻ്റെ കൂട്ടത്തിൽ 9 കൂട്ടുക. 4n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 9, 4n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 9. ഇത് ആരുടെയെങ്കിലും സ്ക്വയർ ആണോ? സ്ക്വയർ ഫോം എങ്ങനെയാണ് വരുന്നത്? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, ആ ഫോമിലായിട്ടായിരിക്കും വരുന്നത് അല്ലേ? ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ടേം 4n സ്ക്വയർ ആണ്. അപ്പോൾ ഈ 4 2-ൻ്റെ സ്ക്വയറും n സ്ക്വയർ n-ൻ്റെ സ്ക്വയറുമാണ്. അപ്പോൾ ഞാൻ 2n എടുത്തു. ലാസ്റ്റ് വരുന്ന ടേം 9 ആണ്. 9 ആരുടെ സ്ക്വയർ ആണ്? 3-യുടെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ 2n പ്ലസ് 3n ദ ഹോൾ സ്ക്വയർ ആണോ ഈ ടേം? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഫസ്റ്റ് ടേം a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എങ്ങനെ വരണം? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ a സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു b പ്ലസ് അവർ b സ്ക്വയർ, ഈ ഫോമിലായിരിക്കണം. ഇതാണോ ഇതെന്ന് നോക്കിക്കേ. 2n ദ ഹോൾ സ്ക്വയർ 4n സ്ക്വയർ, മിഡിൽ ടേം 2 ഇൻറ്റു 2 ഇൻറ്റു 3 12n പ്ലസ് 3 സ്ക്വയർ 9. അപ്പോൾ ഇതല്ലേ നമ്മുടെ എക്സ്പ്രഷൻ? എന്താണ്? 2n പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ആണ് Sn-നോടൊപ്പം 9 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇത് എന്ത് ഫോമാണ്? സ്ക്വയറിൻ്റെ ഫോം അല്ലേ? 5 സ്ക്വയർ 7 സ്ക്വയർ ഒക്കെ ചെയ്ത പോലെ എന്താണ്, ഒരു ടേമിൻ്റെ സ്ക്വയർ ആയിട്ടാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ഈ സീക്വൻസിൻ്റെ എത്ര ടേംസിൻ്റെ സമ്മ് വേണമെങ്കിലും എടുത്തിട്ട് 9 അതിനോടൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്കത് പ്രൂവ് ചെയ്തെടുക്കാം. അരിതമെറ്റിക് സീക്വൻസിൻ്റെ സമ്മുമായി റിലേറ്റ് ചെയ്ത് പേജ് നമ്പർ 35-നകത്ത് വന്ന 3 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഇനി 2 ക്വസ്റ്റ്യനും കൂടിയുണ്ട് ആ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാൻ. ആ എക്സസൈസ് ക്വസ്റ്റ്യനുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്